ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം ടാറ്റ അവരുടെ ഏറ്റവും എൻട്രി ലെവൽ വാഹനങ്ങളായ ടിയാഗോയും ടിഗോറും ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ട് കുറച്ചധികം കാലമായി. 2016 ആദ്യമായിട്ട് അവരുടെ പുതിയ ജനറേഷൻ ടിയാഗോ എന്ന് പറഞ്ഞ വണ്ടി പഴയ ഇൻഡിക്ക പ്ലാറ്റ്ഫോം ബേസ് ചെയ്തിട്ട് ഇറക്കുന്നത്. അത് കഴിഞ്ഞ് 2017 അവർ നെക്സോണും ഇറക്കി. അത് പക്ഷേ നമ്മുടെ ഇൻഡിക്ക വിസ്ത ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു. ഈ 2016 ഇറക്കിയ വണ്ടിക്ക് 2020 ആയപ്പം അവരൊരു മേജർ ഫേസ് ലിഫ്റ്റ് കൊടുത്തു. അത് അത്യാവശ്യം നല്ല ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ കൂടിയ വണ്ടിയായിരുന്നു. ഫ്രണ്ടിൽ നമുക്ക് അത്യാവശ്യം ഡിസൈൻ ചേഞ്ചസ് ഒക്കെ കാണാൻ പറ്റി. ആ വണ്ടി തന്നെയാണ് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 2016 ഇറക്കിയതിന് ശേഷം പിന്നെ അവരിടയ്ക്ക് ചെറിയൊരു അപ്ഡേറ്റും കൊടുത്തായിരുന്നു. ആ സമയത്ത് നമുക്ക് പ്രൊജക്ടർ ഹെഡ്ലൈറ്റ്സും അതുപോലെ കുറച്ച് നല്ല ഹെവി ടിൻ്റുള്ള ഒരു ബ്ലാക്ക് ഡൗട്ട് ഹെഡ്ലൈറ്റ്സും ഒക്കെ വന്നായിരുന്നു. ഒരു ടോപ്പ് ആൻഡ് വേരിയൻറ്റിലൊക്കെ നമുക്ക് പുതിയ 15 ഇഞ്ച് അലോയ്സ് ഒക്കെ ആ സമയത്താണ് കിട്ടിയത്. അത് കഴിഞ്ഞിട്ടാണ് 2020 പുതിയൊരു ഫേസ് ലിഫ്റ്റ് പോലത്തെ വേർഷൻസ് വന്ന്. പക്ഷേ എന്തായാലും ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം അവർ വീണ്ടും ഈ വാഹനങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം നോട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോഴും ഒരു അപ്ഡേറ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത്. നമുക്ക് ഈ അടുത്ത് കാണാൻ പറ്റിയിട്ടുള്ള ഈ വാഹനങ്ങളുടെ രണ്ടിനും ടെസ്റ്റ് മ്യൂൾസ് ആണെങ്കിൽ പോലും ഒരു അപ്ഡേറ്റിനുള്ള പോസിബിലിറ്റി മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ. ഫേസ് ലിഫ്റ്റ് ഒന്നും നമുക്കങ്ങനെ പ്രത്യേകിച്ച് ഇതിനകത്ത് കാണാൻ പറ്റുന്നില്ല. ഫേസ് ലിഫ്റ്റ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ചേഞ്ച് ഉണ്ടാവുമല്ലോ. പക്ഷേ ഈ പറയുന്ന രണ്ട് വണ്ടികളും ടെസ്റ്റ് മ്യൂൾസിൽ ഒരൊറ്റ ഡിസൈൻ ചേഞ്ച് പോലും നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും 5 വർഷത്തിന് ശേഷം 2020 ജാനുവരിയിലാണ് അവർ ഇതിന് മുന്നേ ടിയാഗോയ്ക്കും ടിഗോറിനും ഫേസ് ലിഫ്റ്റ് കൊടുത്തത്. പക്ഷേ ഇപ്പോഴും 5 വർഷത്തിന് ശേഷം അവർ ജസ്റ്റ് ഒരു അപ്ഡേറ്റിൽ അങ്ങോട്ട് ഒതുക്കാനാണ് തൽക്കാലത്തേക്ക് ഉദ്ദേശിക്കുന്നത്. എന്തായാലും നമുക്ക് കുറച്ച് കാലത്തിന് ശേഷം 2025 അവസാനം അല്ലെങ്കിൽ മിക്കവാറും 2026 ഇതിന് മേജറായിട്ടുള്ള ഫേസ് ലിഫ്റ്റുകൾ ലഭിക്കാൻ പോകുന്നത്. ശരിക്കും ഈ രണ്ട് വണ്ടികളും ഫേസ് ലിഫ്റ്റ് ഇപ്പോൾ അർഹിക്കുന്നുണ്ട്. കുറേ കാലമായി ടിഗോറൊക്കെ ഇപ്പോൾ സെയിൽസിൻ്റെ കാര്യത്തിൽ വളരെ പോരായിട്ടാണ് പെർഫോം ചെയ്യുന്നത്. 700-800 വണ്ടികളൊക്കെ മിക്ക മാസങ്ങളും വിൽക്കുന്നുള്ളൂ. മാക്സിമം പോയി കഴിഞ്ഞാൽ 1000, അതിന് മുകളിൽ അങ്ങനെ പോകുന്നില്ല. ടിയാഗോ പിന്നെ അവർ ഇലക്ട്രിക്കും CNGയും അതുപോലെ പെട്രോളും അങ്ങനെ ഒരുപാട് വേർഷൻസ് ഉള്ളതുകൊണ്ട് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് 4000 to 5000 ആ ഒരു റേഞ്ചിൽ വിൽക്കുന്നുണ്ട് എന്ന് മാത്രം. കൂടുതലും ഇലക്ട്രിക് ആണ് അവർ ടിയാഗോയിൽ വിൽക്കുന്നത്. കാരണം ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള EV MG കൊമറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇപ്പം ടിയാഗോ EV തന്നെ ഉള്ളൂ. അതൊരു പ്രോപ്പർ ഇലക്ട്രിക് കോമ്പാക്ട് വാഹനം വേണമെന്നുണ്ടെങ്കിൽ ടിയാഗോ EV തന്നെയാണ്. കാരണം കൊമറ്റ് കുറച്ച് ആൾക്കാർക്ക് ഒത്തിരി വിയേർഡായിട്ട് കാണാൻ പറ്റുന്ന പോലത്തെ ഒരു വണ്ടിയാണ്. ടിയാഗോ പക്ഷേ ഒരു നോർമൽ കാർ എങ്ങനെയാണോ കാണാനുള്ളത് അതുപോലൊക്കെ തന്നെയുള്ളൊരു വണ്ടിയാണ്. അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ടിയാഗോ EV പ്രിഫർ ചെയ്യുന്നുണ്ട് കൊമറ്റ് EVക്ക് മുകളിൽ. എനിവേ അതാണ് നമ്മുടെ ടിയാഗോയുടെ മാർക്കറ്റ്. പക്ഷേ എന്നാൽ ഈ ഒരു അപ്ഡേറ്റിലൂടെ അവർക്ക് ഇനിയിപ്പോൾ വരുത്താൻ പറ്റിയ മാറ്റങ്ങൾ കുറച്ചുകൂടെ ഡാർക്ക് ആയിട്ടുള്ള ഹെഡ്ലൈറ്റ്സ് ഫ്രണ്ടിലും ബാക്കിലും കൊടുക്കണം. അതായത് കൂടുതൽ ഒരു ബ്ലാക്ക് ടിൻ്റ് ഹെഡ്ലൈറ്റ്സിൽ കൊടുക്കുക എന്നുള്ളതൊക്കെയാണ്. കാരണം ജസ്റ്റ് അപ്ഡേറ്റ് ആണ്, അതുകൊണ്ട് നമുക്ക് അത്രയൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഫ്രണ്ടിൽ ഗ്രില്ലിലൊക്കെ എന്തെങ്കിലും മൈനർ ആയിട്ടുള്ള വ്യത്യാസങ്ങൾ വരുത്തിയാൽ അത്രേ ഉള്ളൂ. കൂടുതലൊന്നും എക്സ്പെക്ട് ചെയ്യേണ്ട. വേണമെങ്കിൽ അലോയ്സിൻ്റെ ഡിസൈൻ മാറ്റാം. കാരണം അപ്ഡേറ്റ് എന്നുള്ള രീതിയിൽ അത് ചെയ്യാവുന്നൊരു കാര്യമാണ്. ഇതുവരെ ടെസ്റ്റ് മ്യൂൾസിലൊന്നും അലോയ്സിൻ്റെ ഡിസൈൻ മാറിയതായിട്ട് കണ്ടിട്ടില്ല. ബട്ട് സ്റ്റിൽ നമുക്കത് ഹോപ്പ് ചെയ്യാം. എന്തെങ്കിലുമൊക്കെ വേണമല്ലോ വ്യത്യാസം, അതാണ് സംഭവം. എക്സ്റ്റീരിയറിൽ ഇത്രയൊക്കെ ഉള്ളൂ. മെയിനായിട്ട് നമുക്ക് ഈ വാഹനത്തിനകത്ത് മാറ്റം എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുന്ന ഇൻറ്റീരിയറിൻ്റെ കാര്യമാണ്. 2016 എന്ത് ഇൻറ്റീരിയർ ഡിസൈനോട് കൂടിയാണ് ഈ വണ്ടി വന്നത്, സെയിം ഡിസൈനിൽ തന്നെയാണ് ഇപ്പോഴും അവർ കൊടുക്കുന്നത്. കുറച്ച് ഫീച്ചേഴ്സൊക്കെ മാറ്റിയിട്ടുണ്ട്, സ്റ്റിയറിംഗ് വീലിൻ്റെ ഡിസൈനൊക്കെ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ നമുക്കൊരു ബേസിക് ഇമ്പ്രൂവ്മെൻറ്റ് ഇതുവരെ വന്നിട്ടില്ല. പിന്നെ ടച്ച് സ്ക്രീനൊക്കെ ഇടയ്ക്ക് വെച്ച് വന്നു, ഓട്ടോ AC തുടങ്ങിയ ഫീച്ചേഴ്സൊക്കെ വന്നു, അതൊക്കെ ഓക്കെ. പക്ഷെ എന്നാലും ഡാഷ്ബോർഡ് ഡിസൈനൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ 2016 വന്ന വണ്ടിയും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വണ്ടിയും സെയിം ആണ്. എന്തായാലും ഈ ഒരു അപ്ഡേറ്റിൽ അവർ ഡാഷ്ബോർഡിൻ്റെ ഡിസൈനൊന്നും മാറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സാണ് നമുക്ക് ഇതിനകത്ത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ഫോർ എക്സാമ്പിൾ പുതിയ 10.25 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം. ഇതിൻ്റെ അകത്ത് ഇപ്പോഴും അവർ കൊടുക്കുന്നത് അവരുടെ പഴയ 7 ഇഞ്ചസിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം തന്നെയാണ്. അത് ലാസ്റ്റായിട്ട് വരെ വന്നുകൊണ്ടിരുന്ന പഞ്ചിലാണ്. പക്ഷേ പഞ്ചിൽ അവർ അപ്ഡേറ്റ് ചെയ്ത് 10.25 ഇഞ്ച് തന്നെ കൊടുത്തു. ഇപ്പോൾ നമ്മൾ ടിയാഗോയും ടിഗോറും അല്ലാതെ ബാക്കി ഏത് വണ്ടി എടുക്കുകയാണെങ്കിലും ടാറ്റയുടെ ഏറ്റവും ലേറ്റസ്റ്റ് 10.25 ഇഞ്ച് അല്ലെങ്കിൽ 12.3 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റംസ് തന്നെയാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. ഈ രണ്ട് വണ്ടികളും കൂടി ഇനിയിപ്പോൾ മാറ്റം വരാനുള്ളൂ. അതുകൊണ്ട് നമുക്ക് മെയിനായിട്ടുള്ളൊരു ഡിഫറൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് അതാണ്. അത് പക്ഷേ വെക്കണമെങ്കിൽ അവർ ഇതിൻ്റെ ഒരു സെൻട്രൽ കൺസോൾ ഏരിയ കുറച്ചൊക്കെ റീഡിസൈൻ ചെയ്യേണ്ടി വരും, എന്നാലേ അത് വെക്കാൻ പറ്റുള്ളൂ. കാരണം ഈ വണ്ടികളുടെയൊക്കെ സെൻട്രൽ കൺസോൾ ഏരിയ എന്ന് പറയുന്നത് ശരിക്കും ഒറിജിനലി 7 ഇഞ്ച് വയ്ക്കാനുള്ള അത്രയും സ്പേസ് അവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതൊരു ചെറിയ പ്രശ്നമാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിൽ കുറച്ച് വ്യത്യാസങ്ങൾ പ്രതീക്ഷിക്കാം. പഞ്ചിൻ്റെയൊക്കെ അപ്ഡേറ്റഡ് വേർഷൻസിൽ ഒരു പുതിയൊരു ക്ലസ്റ്ററാണ് കൊടുത്തത്. 10.25 ഇഞ്ചസിൻ്റെ ഫുള്ളി ഡിജിറ്റൽ ക്ലസ്റ്റർ എക്സ്പെക്ട് ചെയ്യരുത്. കുറച്ച് നമ്മുടെ സെമി ഡിജിറ്റൽ, അതായത് മറ്റേ സ്മാർട്ട് ഫോൺ ഡിസ്പ്ലേ പോലത്തെ ഒരു ക്ലസ്റ്ററാണ് ഇപ്പോൾ അവർ കൊടുക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ നമുക്കിതിൻ്റെ പുതിയ വേർഷൻസിൽ കിട്ടാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ സീറ്റ് കവേഴ്സിൻ്റെ ഒക്കെ ഡിസൈൻ വേണമെങ്കിൽ മാറ്റാം. ഫാബ്രിക് സീറ്റ്സാണ് ഈ വാഹനത്തിൽ വരുന്നത്. അതങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. എന്നാലും അതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ ഡിസൈൻ തീമൊക്കെ വേണമെങ്കിൽ മാറ്റാം എന്ന് മാത്രം. പിന്നെ അവർക്ക് ആഡ് ചെയ്യാൻ പറ്റിയ കുറച്ച് ചേഞ്ചസ് ഇൻറ്റീരിയറിൽ നമുക്ക് ഫ്രണ്ടിൽ സെൻറ്റർ ആംറസ്റ്റ് കൊടുക്കുക, അതുപോലെ ഈവൻ ടിയാഗോയിലാണെങ്കിൽ ബാക്കിൽ സെൻറ്റർ ആംറസ്റ്റ് കൊടുക്കുക, പിന്നെ റിയർ AC വെൻറ്റ്സ് തുടങ്ങിയ സംഭവങ്ങളൊക്കെയാണ്. അത് ടിഗോറിലും ചെയ്യാവുന്ന കാര്യമാണ്. ടിഗോറിൽ നമുക്ക് ഫ്രണ്ടിൽ റിയർ ആംറസ്റ്റോ അല്ലെങ്കിൽ ഫ്രണ്ടിൽ ആംറസ്റ്റോ അല്ലെങ്കിൽ റിയർ AC വെൻറ്റ്സോ ഒന്നും അവൈലബിൾ അല്ല. സോ അതൊക്കെ വേണമെങ്കിൽ ചെയ്യാം. അതുപോലെ തന്നെ ബാക്കിൽ അഡ്ജസ്റ്റബിൾ ഹെഡ്റെസ്റ്റുകൾ കൊടുക്കുക എന്ന് പറയുന്നത് നല്ലൊരു അപ്ഗ്രേഡ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും ഇതിൻ്റെ അകത്തൊരു അപ്ഡേറ്റ് എന്നുള്ള രീതിയിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഫേസ് ലിഫ്റ്റിലേക്ക് വരാനാണെങ്കിൽ അതിലെന്തായാലും നമുക്ക്
അത്യാവശ്യം മേജർ ആയിട്ടുള്ളൊരു ഡിസൈൻ ചേഞ്ച് ഇനിയിപ്പോൾ എക്സ്പെക്ട് ചെയ്യാം. അതായത് നമ്മൾ ഈ അടുത്ത് നെക്സോണിലൊക്കെ കണ്ടതുപോലെയുള്ള ഒരു കാര്യമായിട്ടുള്ള അപ്ഡേറ്റ് തന്നെയായിരിക്കും ഇതിൻ്റെ അടുത്ത ഫേസ് ലിഫ്റ്റിൽ അവർ കൊടുക്കാൻ പോകുന്നത്. ജനറേഷൻ അപ്ഡേറ്റിനെ പറ്റി ഇതുവരെയൊന്നും പറഞ്ഞിട്ടില്ല. ആക്ച്വലി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ. നമുക്കത് ഇവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആൽഫ പ്ലാറ്റ്ഫോം, അതായത് പഞ്ച് മെൽട്രോസ് ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ കൊടുക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ എന്തായാലും ഇപ്പോൾ അതിനെപ്പറ്റി വലിയ ന്യൂസൊന്നുമില്ല. ഓൾറെഡി നമ്മുടെ ഇൻഡിക്കയുടെ സെയിം പ്ലാറ്റ്ഫോമിൽ തന്നെ അതിൻ്റെ മുകളിലൊരു ഫേസ് ലിഫ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇറ്റ്സ് ഫൈൻ. കാരണം നെക്സോണിൽ ഒരു പഴയ ഇൻഡിക്ക അവസ്ഥയുടെ X1 പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ഇത്രയൊക്കെ മാറ്റങ്ങൾ വരുത്തിയെങ്കിൽ തീർച്ചയായും ടിയാഗോയിലും ടിഗോറിലും അവർക്ക് എക്സിസ്റ്റിംഗ് പ്ലാറ്റ്ഫോം വെച്ച് തന്നെ അത്യാവശ്യം മാറ്റങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ അത് ചെയ്യണം എന്നുള്ളതാണ് വേറൊരു കാര്യം. അല്ലെങ്കിൽ വണ്ടികൾ രണ്ടും ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആയി പോകും. ഇപ്പോൾ ഡിസയർ അമേസും വന്നതോടുകൂടി ടിഗോർ സൈഡായി. ടിഗോർ നേരത്തെ സൈഡായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വണ്ടികളാണ് നമ്മുടെ ഡിസയറും അമേസും പുതിയ ജനറേഷൻ വണ്ടികൾ വന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ ടിഗോർ ആരും എടുക്കേണ്ട ഒരു കാര്യം തന്നെ ഇല്ല. സോ ഇതിനകത്ത് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഈ വണ്ടി പെട്ടെന്ന് തന്നെ മാർക്കറ്റിൽ നിന്ന് തന്നെ വൈപ്പൗട്ടായി പോകും. പിന്നെ ആകെയുള്ളത് ടിയാഗോ ആണ്. അൾട്രോസിൻ്റെ അവസ്ഥ വെച്ച് കമ്പയർ ചെയ്യുമ്പം ടിയാഗോ പിന്നെയും കുഴപ്പമില്ല. കാരണം അൾട്രോസ് ഇപ്പം സെയിൽസ് വല്ലാണ്ട് കുറഞ്ഞ് 2000-അടുത്തേക്കൊക്കെ എത്തി നിൽക്കുന്നുണ്ട്. ടിയാഗോ അത്യാവശ്യം ഇപ്പോഴും 5000-അടുത്തൊക്കെ പിടിച്ച് പോകുന്നുണ്ട് എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്. അത് ഇത്രയും കാലമായിട്ട് പ്രത്യേകിച്ച് ഡിസൈൻ ചേഞ്ച് അവർ വരുത്താണ്ടിരുന്നിട്ട് പോലും. പിന്നെ പഞ്ചിറക്കിയതോടുകൂടിയാണ് ടാറ്റയുടെ ഈ പറയുന്ന വണ്ടികളുടെയൊക്കെ ഡിമാൻഡ് ഒരുപാട് താഴത്തേക്ക് പോയത്. ടാറ്റയുടെ സ്വന്തം വണ്ടികളെ നന്നായിട്ട് പഞ്ച് കാനിബലൈസ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ടിയാഗോ ആയാലും ടിഗോർ ആയാലും ഈവൻ അൾട്രോസ് ആയാലും ഇതിൻ്റെയൊക്കെ പ്രൈസ് കുറച്ച് സിമിലറാണ്. ടിയാഗോയും ടിഗോറും എടുക്കുന്ന ആൾ ഇത്തിരി കൂടെ ബഡ്ജറ്റ് കൂടിക്കഴിഞ്ഞാൽ പഞ്ച് കിട്ടും. അൾട്രോസ് എടുക്കാൻ പോകുന്ന ആൾ കുറച്ചുകൂടെ ബഡ്ജറ്റ് താഴ്ത്ത് ഇട്ട് കഴിഞ്ഞാൽ തന്നെ പഞ്ച് അവർക്ക് സുഖമായിട്ട് കിട്ടും. പിന്നെ അതൊരു മിനി SUV എന്നുള്ള രീതിയിലൊക്കെ വരുന്നതുകൊണ്ടാണ് ആൾക്കാർ കൂടുതൽ അത് എടുക്കുന്നത്. ടാറ്റയുടെ ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ സെയിലുള്ള വണ്ടിയും പഞ്ച് തന്നെയാണ്. 15000 to 18000 റേഞ്ച് വരെയൊക്കെ പഞ്ചിനൊരു മാസം സെയിലുണ്ട്. പിന്നെ പുതിയ ഫേസ് ലിഫ്റ്റ് വന്നതോടുകൂടി നെക്സോണും അത്യാവശ്യം സെയിലുണ്ട്. 12000 to 15000 നെക്സോൺ സെയിൽ കിട്ടുന്നുണ്ട്. അതും നല്ലൊരു രീതിയിൽ തന്നെ പോകുന്നുണ്ട്. ഈ വണ്ടികൾക്കാണ് ഇപ്പോൾ കാര്യമായിട്ടുള്ള അപ്ഡേറ്റിൻ്റെ ആവശ്യമുള്ളത്. എന്തായാലും അപ്ഡേറ്റ് വന്നു എന്ന് പറഞ്ഞാലും ഇതിൻ്റെ പവർ ട്രെയിൻ ഓപ്ഷൻസിലൊന്നും ഒരു വ്യത്യാസവും വരാൻ പോകുന്നില്ല. ഇപ്പോൾ കിട്ടുന്ന സെയിം 1.2 ലിറ്റർ 3 സിലിണ്ടർ എബോട്രോൺ പെട്രോൾ എഞ്ചിൻ തന്നെയായിരിക്കും ഇനിയും കിട്ടാൻ പോകുന്നത്. പക്ഷേ അതിലാൾക്കാർക്ക് ഇപ്പോൾ വലിയ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിൽ കുഴപ്പമുണ്ടെങ്കിൽ പഞ്ചൊന്നും ഇത്ര ആൾക്കാർ എടുക്കില്ല. അതിൻ്റെ അകത്ത് അവർ വേറൊരു ഒറ്റ എഞ്ചിനും കൊടുക്കുന്നില്ല. ഡീസലില്ല, അതുപോലെ ടർബോ പെട്രോൾ ഇല്ല. അൾട്രോസിലാണ് അവർ ഒരുപാട് എക്സ്പെരിമെൻറ്റ് ചെയ്തത്. ഡീസൽ ആദ്യം തന്നെ കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ടർബോ എന്ന് പറഞ്ഞ് 110 bhp ഉള്ളൊരു എഞ്ചിൻ കൊടുത്തു. അതായത് സെയിം 1.2 ടർബോ തന്നെ. അത് കഴിഞ്ഞ് ഈ അടുത്ത് അൾട്രോസ് റേസർ എന്ന് പറഞ്ഞ നമ്മുടെ നെക്സോണിൻ്റെ സെയിം പവർ സ്പെക്കുള്ള 120 bhp ഉള്ളൊരു വണ്ടി ഇറക്കി. അതും അധികം ആൾക്കാർ വാങ്ങുന്നില്ല. അങ്ങനെയൊക്കെ ആയിട്ട് വളരെ മോശം അവസ്ഥയിലിരിക്കുകയാണ്. പക്ഷേ അപ്പോൾ നമുക്ക് എന്തായാലും പറയാം, എഞ്ചിൻ 3 സിലിണ്ടർ ആണെന്ന് പറഞ്ഞാൽ അധികം ആൾക്കാർ വാങ്ങാണ്ടിരിക്കുന്നൊന്നുമില്ല. ഫസ്റ്റ് ടൈം ബയേഴ്സിന് ഇപ്പോൾ എഞ്ചിൻ 3 സിലിണ്ടർ ആണെങ്കിലും 4 സിലിണ്ടർ ആണെങ്കിലും ആദ്യമായിട്ട് വണ്ടി ഓടിക്കുന്നവർക്ക് അതൊരു വലിയ കാര്യമായിട്ടുള്ളൊരു പ്രശ്നമൊന്നുമല്ല. എന്തായാലും ഈ രണ്ട് വണ്ടികളെയും പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമൻസിൽ പറയാം. ഇതിൻ്റെ അപ്ഡേറ്റഡ് വേർഷൻസ് 2025 ജാനുവരി ഓർ ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴേക്കും ഇറങ്ങും എന്നാണ് പറയുന്നത്. ഫേസ് ലിഫ്റ്റ് എന്തായാലും ലേറ്റ് ആകും. അത് അടുത്തൊന്നും എക്സ്പെക്ട് ചെയ്യേണ്ട. എനിവേ ഗൈസ്, നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യം നല്ല ആക്സസറീസ് ഒക്കെ നിങ്ങളുടെ വണ്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ പ്രൊഡക്ട്സ് ചെക്ക് ചെയ്താൽ മതി. വ്യൂ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ സംഭവം കിട്ടും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.